എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അവരുടെ ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് വീൽ ചെയർ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു ദൃഢമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ മേത്ത്. അതുകൊണ്ടും പിന്നെ ചെറുപ്പം മുതലേ എന്നെക്കാളേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു ബോധം എന്നിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വലിയ രീതിയിൽ എന്താ പറയുക മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെല്ലുവിളികളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ബുദ്ധിമുട്ടുകൾ സ്റ്റെപ്പുകളൊക്കെ എന്നെ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊക്കെ രണ്ട് കാലിലും വെപ്പുകാല് വെച്ച് നടന്നുകൊണ്ടാണ് ഇത്രയേറെ കൊല്ലം ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ സാധ്യതയില്ല. ഒരു പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഒരു ഭിന്നശേഷിക്കാരിയാണ് എന്ന രീതിയിൽ ഒരിക്കലും എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. അതിൽ ഞാൻ അഭിമാനിക്കുകയെ ചെയ്തിട്ടുള്ളൂ. അതേപോലെ അത് എൻ്റെ ഒരു എന്താ പറയുക പോസിറ്റീവ് സംഭവമായിട്ടും എൻ്റെ ഒരു ഐക്കണായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതേപോലെ പല കുട്ടികളടുത്തു നിന്നും നല്ല രീതിയിലുള്ള അപ്രോച്ചുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രയാസമുള്ളതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും മറ്റുള്ള ആളുകളെക്കാളും ശാരീരികപരമായിട്ട് കുറെ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും വ്യത്യാസങ്ങളല്ല നമ്മളെ ഇതാക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മളെ കാണാൻ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ നമ്മളുടെ കോൺഫിഡൻസിനെ എപ്പോഴാണോ ബാധിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ശരിക്കും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അല്ലാത്തോടത്തോളം ഒരാളിപ്പോൾ നമ്മളെ കണ്ടിട്ട് അയ്യോ വയ്യ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ മനക്കരുത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അത് ദൈവം സഹായിച്ച് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ അധികം സന്തോഷവതിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും എൻ്റെ സഹോദരിയാണെങ്കിലും എല്ലാവരും എന്നെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതം കുറച്ചുകൂടി സമാധാനപരവും അതേപോലെ എക്സൈറ്റിങ്ങുമാണ്.